സുപ്രധാനമായ ഒരു തീരുമാനമെടുത്തുകൊണ്ടാണ് ഇന്നലെ മന്ത്രി കെ രാധാകൃഷ്ണൻ പടിയിറങ്ങിയത്. ഇനി മുതൽ കോളനി എന്ന പദം ഉണ്ടാകില്ല. ഈ ആവശ്യം വർഷങ്ങൾക്ക് മുമ്പ് ഉന്നയിച്ച പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരം നമ്മോടൊപ്പം ചേരുകയാണ്. എനിക്ക് തോന്നുന്നു 2013 സെപ്റ്റംബറിലാണ് ഇങ്ങനൊരു ആവശ്യം നിവേദനമായി തന്നെ മന്ത്രിക്ക് സമർപ്പിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. നമ്മളെല്ലാം കാണുന്ന ജീവിതാനുഭവങ്ങളാണ് പലപ്പോഴും നമ്മളെ പൊതുപ്രവർത്തകരെന്ന നിലയ്ക്ക് ചില നിലപാടുകൾ എടുക്കാൻ പ്രേരിപ്പിക്കുക. അതിലേറ്റവും പ്രധാനമായ കാര്യം, ഇപ്പോഴും കോളനികളിൽ നിന്ന് വരുന്ന കുട്ടികൾ നേരിടുന്ന വലിയ വിവേചനം ഞാൻ നേരിട്ട് അനുഭവിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ചും ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് ഒരു സ്കൂളിലെ റിസൾട്ട് മോശമാകുമ്പോൾ അധ്യാപകർ പോലും അറിയാതെ പറയുന്ന ഒരു കാര്യമുണ്ട്, അത് കോളനിയിലെ കുട്ടികൾ കൂടുതലുള്ളത് കൊണ്ടാണ്. അങ്ങനെ തുടങ്ങി അവരൊരു കോളേജിൽ ജീവിക്കുമ്പോൾ അവർ നേരിടുന്ന അനുഭവം, ആ തരത്തിലുള്ള വളരെ ഭയാനകമായ ഒരു വിവേചനത്തിൻ്റെ കൊടിയ അനുഭവങ്ങളിൽ നിന്നാണ് പല കുട്ടികളും വരുന്നത്. അപ്പോൾ അത് ഒരു MLA ആയപ്പോൾ എനിക്കത് കുറച്ചുകൂടി ശക്തമായ എൻ്റെ മനസ്സിൽ അതിലൊരു മാറ്റം ഉണ്ടാക്കാൻ പരിശ്രമിക്കണമെന്ന ആഗ്രഹമുണ്ടായി. ആ സമയത്താണ് ഞാൻ ബഹുമാന്യനായ മന്ത്രി രാധാകൃഷ്ണനുമായിട്ട് സംസാരിക്കുകയും അദ്ദേഹത്തിന് ഇക്കാര്യത്തിലൊരു നിവേദനം നൽകുകയും ചെയ്തു. അപ്പോൾ പല ആളുകളും, ഞാനിതുമായിട്ട് ബന്ധപ്പെട്ടൊരു പോസ്റ്റ് ഇട്ടപ്പോൾ ആളുകൾ പറഞ്ഞു, കോളനി എന്നുള്ളത് വളരെ സാർവത്രികമായി ഉപയോഗിക്കുന്നതല്ലേ, റെസിഡൻഷ്യൽ കോളനികളില്ലേ. പക്ഷെ നമുക്കൊരിക്കലും മനസ്സിലാവില്ല. കാരണം ആ വിവേചനം നേരിട്ട മനുഷ്യർക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു പ്രശ്നമാണ് കോളനി എന്ന. സാമൂഹ്യ മാധ്യമങ്ങളിൽ പോലും ആ പേര് പറഞ്ഞ് പലരെയും അപമാനിക്കുന്നതായി കണ്ടിട്ടുണ്ട്. വളരെ വളരെ നികൃഷ്ടമായി അപമാനിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇപ്പോൾ ഒന്നാമത്തത്, എന്തുകൊണ്ട് ഒരു പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് ഒരാൾ പോലും ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ CEO ആവുന്നില്ല? എന്തുകൊണ്ട് ഒരു നല്ല ബിസിനസ്സുകാരൻ ആ വിഭാഗത്തിൽ നിന്ന് ഉണ്ടാവുന്നില്ല? ഞാൻ പലപ്പോഴും ചിന്തിച്ച ഒരു കാര്യമാണ്. അതെനിക്ക് കിട്ടിയ ഒരു ഉത്തരം, അവരുടെ കോൺഫിഡൻസ് ലെവലാണ് പ്രശ്നം. സമൂഹം അടിച്ചേൽപ്പിച്ച ഒരു ജാതീയതയുടെ വളരെ ശക്തമായിട്ടുള്ള ഒരു ആഘാതത്തിൽ അവർക്ക് സ്വയം ഒരു കോൺഫിഡൻസിലേക്ക് ഉയരാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവരുടെ ആ കോളനി എന്ന പദം, അവർ താമസിക്കുന്ന ഗ്രാമങ്ങൾ, ശരിക്കും പറഞ്ഞാൽ ഏറ്റവും നല്ല ഗ്രാമങ്ങളാണ് അവർ താമസിക്കുന്നത്, ഏറ്റവും ജെന്യൂനായിട്ടുള്ള മനുഷ്യന്മാരാണ്. അപ്പോൾ അവർക്ക് ഒരിക്കലും കോളനി എന്ന് പറയുന്ന ഒരു സാമ്രാജ്യത്വത്തിൻ്റെയോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു കൊളോണിയലൈസേഷൻ്റെ കൂടി പദം ഉപയോഗിക്കാവുന്ന, കോളനി എന്ന് പറയുന്ന ഇംഗ്ലീഷ് പദത്തിൻ്റെ നേരിട്ടുള്ള അർത്ഥത്തിനപ്പുറത്ത് അതിനൊരു പദത്തിനൊരു അർത്ഥമുണ്ടല്ലോ, നമ്മൾ പ്രയോഗിക്കുന്ന അർത്ഥമുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ആദ്യം നീക്കേണ്ടത് അവരുടെ ആ ബ്രാൻഡാണ് എന്നുള്ളതാണ് ഞാൻ ആലോചിച്ചത്. അന്ന് മന്ത്രിയായിട്ട് സംസാരിക്കുകയും ചെയ്തു. മന്ത്രി വളരെ താല്പര്യപൂർവ്വം അത് കേട്ടു എന്ന് മാത്രമല്ല, ഞങ്ങൾ അന്ന് സദ്ഗ്രാമത്തിൻ്റെ ഉദ്ഘാടനത്തിനും മന്ത്രി രാധാകൃഷ്ണനെ ക്ഷണിക്കുകയുണ്ടായി. പക്ഷേ അദ്ദേഹത്തിന് അന്ന് വളരെ അത്യാവശ്യമായൊരു പാർട്ടി പരിപാടി വന്നു, അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞില്ല. പക്ഷെ ഞങ്ങളിപ്പോഴും പെരിന്തൽമണ്ണയിൽ ആ ഒരു വർഷത്തെ പ്രവർത്തനം എന്ന് പറയുന്നത്, കഴിഞ്ഞ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന ശ്രീമതി റീനയുണ്ട്, അവർ SC വിഭാഗത്തിൽപ്പെട്ട ഒരു വനിതയാണ്. അവരെ നേതൃത്വത്തിലേക്ക് ഞാൻ എൻ്റെ സ്റ്റാഫായിട്ട് കൊണ്ടുവന്നു. അങ്ങനെ അവരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ 500ഓളം കോളനികൾ എൻ്റെ നിയോജകമണ്ഡലത്തിലുണ്ട്. അവിടെ മുഴുവനും സദ്ഗ്രാമം എന്ന പേര് മാറ്റിയിട്ട്, ആ പേര് മാറ്റുന്ന ഒരു ടാഗ് മാറ്റുന്നത് മാത്രമല്ല, അവിടെ 4 ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ ആസൂത്രണം ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞു. അതിലൊന്നാമത്തത് ഹെൽത്താണ്. അപ്പോൾ നമ്മളിപ്പോൾ സാധാരണ ഈ SC വിഭാഗത്തിനകത്ത് മാൽന്യൂട്രീഷൻ അടക്കമുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, ST ആണെങ്കിൽ അത് വളരെ ഭീകരമായിട്ട് അനുഭവിക്കുന്നുണ്ട്. അവർക്കൊരു പോഷകാഹാരം ലഭിക്കുന്നില്ല, അവരുടെ ഹെൽത്ത് കോൺഷ്യസ് ഇല്ല. അപ്പോൾ ഹെൽത്ത് വേണം. പിന്നെ നമ്മളെപ്പോഴും ഈ കോളനികൾ എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്നത് അവരുടെ ശുചിത്വവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. എൻ്റെ നിയോജകമണ്ഡലത്തിലെ മുഴുവൻ കോളനികളും ഹൈജീനിക് ആവണം. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷനാണ്. നമ്മൾ എന്തുകൊണ്ട് ഞാൻ എൻ്റെ നിയോജകമണ്ഡലത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതും ഇൻവെസ്റ്റ് ചെയ്യുന്നതും എഡ്യൂക്കേഷനിലാണ്. കാരണം എഡ്യൂക്കേഷൻ മാത്രമേ നമുക്കൊരു മാറ്റത്തിൻ്റെ ടൂളായിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം അവർക്ക് കൊടുക്കേണ്ട എഡ്യൂക്കേഷനാണ്. ഇപ്പോൾ പലപ്പോഴും ഡ്രോപ്പ് ഔട്ട് ഏറ്റവും കൂടുതലുണ്ടാകുന്നത് SC വിഭാഗത്തിലാണ്, ST വിഭാഗത്തിലാണ്. അപ്പോൾ അവർക്കൊരു കൺസിസ്റ്റൻസി വിദ്യാഭ്യാസത്തിൽ കൊടുക്കണമെങ്കിൽ അവർക്കിടയിൽ നിന്ന് തന്നെ അതിൻ്റെ ഒരു പ്രവർത്തനം ഉണ്ടാവണം. അവർക്കിടയിൽ നിന്ന് അതിൻ്റെ പ്രവർത്തനം ഉണ്ടാവണമെങ്കിൽ അതിനകത്തൊരു NGO വർക്ക് നടക്കണം. ഞങ്ങളിപ്പോൾ ആ നിലയിലാണ് എല്ലാ കോളനിയിലും ഒരു NGO രൂപീകരിക്കുന്നു. അത് 4 ഗോളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ 4 ഗോളുകൾ, 1 ഹെൽത്ത്, 2 ഹൈജീൻ, 3 എഡ്യൂക്കേഷൻ, 4 സ്കിൽ ഡെവലപ്മെൻറ്റ്. സ്കിൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പം പ്രധാനമായിട്ടും ഇപ്പോൾ കോളനികൾ നേരിടുന്നൊരു വലിയ സാമൂഹിക പ്രശ്നമുണ്ട്. ഏറ്റവും കൂടുതൽ മദ്യപാനം നടക്കുന്ന കോളനിയിലാണെന്ന് നമ്മൾ പറയുന്നു. അതിന് ശരിയാവാം, തെറ്റാവാം. പക്ഷേ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇവർ അധ്വാനിക്കുന്ന ചെറുപ്പക്കാരും
പുരുഷന്മാരുടെയും സമ്പാദ്യത്തിൻ്റെ നല്ലൊരു ഭാഗം മദ്യപിക്കുന്ന ആളുകളുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ സ്ത്രീകളുടെ കയ്യിൽ വരുമാനം കിട്ടുന്നുമില്ല. അപ്പോൾ നമ്മൾ സ്ത്രീകളെ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്ത്, ഇപ്പോൾ ഞങ്ങളിപ്പോൾ അവിടെ ഒരു NGO കോൺഫെഡറേഷൻ്റെ ഭാഗമായിട്ട് എല്ലാ ആളുകൾക്കും പിന്നെ നമ്മളൊരു CSR ഫണ്ട് ഉപയോഗിച്ച് തയ്യൽ മെഷീൻ കൊടുക്കുന്നുണ്ട്. അത് ഈ കോളനികളിലേക്ക് വ്യാപിപ്പിക്കാൻ പോവാണ്. എന്നിട്ട് ആ സ്കിൽ ഡെവലപ്മെൻറ്റ് കൂടെ അവർക്ക് കൊടുത്ത് അവരേതെങ്കിലും ഒരു സ്കില്ലിൽ അവർക്ക് നൈപുണ്യം ഉണ്ടാക്കി ഈ 4 ഗോൾ അച്ചീവ് ചെയ്യുന്നതോടുകൂടെ ഒരു സദ്ഗ്രാമം പൂർണ്ണമാവുകയാണ്. സദ്ഗ്രാമം എന്ന പേരല്ല, നഗറാണ് പരിഗണിച്ചിരിക്കുന്നത്. അത് ശ്രദ്ധിച്ചിരുന്നു. അത് കുഴപ്പമില്ല. അത് ഇതിൻ്റെ ഒരു പേര്, ഈ പേരേ മാറണം എന്നുള്ളതാണ്. നമുക്കൊരു ടാഗിൻ്റെ ആവശ്യമില്ല. അപ്പം ഞങ്ങളുടെ നാട്ടിൽ കുന്നക്കാട്ടുകുഴി പോയപ്പോഴാണ് ഞാൻ ഈ കാര്യം പ്രഖ്യാപിക്കുന്നത്. ആ കോളനിയായിട്ട് എനിക്കൊരു വലിയ വൈകാരിക ബന്ധം കൂടിയുണ്ട്. അത് ആലിപ്പറമ്പ് പഞ്ചായത്തിൽ ഞാൻ ആദ്യമായിട്ട് MLA ആയതിനു ശേഷം സത്യപ്രതിജ്ഞ ചെയ്ത് ആദ്യം പോയത് ഒരു കോളനിയിലേക്കാണ്. എനിക്ക് ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് അവിടുത്തെ മനുഷ്യരോടുണ്ട്. അതുകൊണ്ട് ഞാൻ ആദ്യം അവിടെ പോയി അന്ന് ഞാൻ മനസ്സിൽ കുറിച്ച് വെച്ച കാര്യമാണ്. ഞാൻ പിന്നീട് 2 വർഷത്തിന് ശേഷം, 1 വർഷത്തിന് ശേഷം അതിൻ്റെ ഒരു പ്ലാനിങ്ങിലേക്ക് പോയി. ഇപ്പം ഞങ്ങളൊരു വലിയ കൂട്ടായ്മയിലേക്ക് കൊണ്ടുപോവാണ്. കാരണം ഇതിപ്പം നമുക്ക് സദ്ഗ്രാമം എന്നുള്ള പേര് തന്നെ എല്ലായിടത്തും ഇട്ടോളണം ഒരു ആവശ്യമില്ല, നിർബന്ധമില്ല. അതിലപ്പുറം നമ്മളാവശ്യം എന്താണ്? ഈ മനുഷ്യർ മാറണം. നമുക്ക് ഈ മനുഷ്യരെ മാറ്റണമെങ്കിൽ നമുക്കതിന് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് എലമെൻറ്റ്സ് പ്രധാനമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എഡ്യൂക്കേഷനാണ്. ഇപ്പം ഞങ്ങളിപ്പോൾ തീരുമാനിക്കുന്നൊരു കാര്യം, ഇപ്പോൾ ഏതൊരു കോളനിയിലായാലും ഇപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികളുണ്ടാവും, അല്ലെങ്കിൽ PGക്ക് പഠിക്കുന്ന കുട്ടികളുണ്ടാവും. അവർ 1 2 ആയിരിക്കും. പക്ഷെ ആ 1 2 ആളുകളെ മുൻനിർത്തി അവരുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ ചെറിയ കുട്ടികൾക്ക് ട്യൂഷൻ കൊടുത്തും, കാരണം അവർ ചിലപ്പോൾ പുറത്ത് പോയിട്ട് നമ്മൾ ട്യൂഷൻ ഏർപ്പാട് ചെയ്താലൊന്നും ശരിയായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതൊക്കെ ഒരു അകത്തു നിന്ന് നടക്കേണ്ട ഒരു വലിയ പരിവർത്തനം. ഈ പേരുമാറ്റത്തിനപ്പുറം ഈ ഒരു ബ്രാൻഡിങ് മാറണമെങ്കിൽ കൂടുതൽ പ്രവർത്തനങ്ങൾ അടുത്ത ഘട്ടത്തിൽ നടത്തേണ്ടതില്ലേ, സംസ്ഥാന വ്യാപകമായിട്ട്? ഗവൺമെൻറ്റിൻ്റെ കാര്യത്ത് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ നിയമസഭയിൽ ഇപ്പോൾ കൊണ്ടുവരാൻ പോകുന്നൊരു വലിയ വിഷയമുണ്ട്. പിന്നെ കേരളം ഏറ്റവും കുറവ് SC വിഭാഗത്തിനുള്ള ഫണ്ട് വിനിയോഗിക്കുന്ന സ്റ്റേറ്റായിട്ട് നമ്മൾ താഴോട്ട് പോവുകയാണ്. നമ്മൾ തൊട്ടടുത്തുള്ള പല സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് നമ്മളുടെ എക്സ്പെൻഡിച്ചർ സൈഡ് നോക്കുകയാണെങ്കിൽ വളരെ മോശമാണ്. അപ്പം അങ്ങനൊരു സ്റ്റേറ്റ് ശരിക്കും പറഞ്ഞാൽ സർക്കാർ ഇതിൽ വലിയ കുറ്റവാളിയാണ്. മന്ത്രി എടുത്തിട്ടുള്ള ഒരു നല്ല മൂവിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നതോടൊപ്പം ഗവൺമെൻറ് ഇക്കാര്യത്തിൽ എക്സ്പെൻഡിച്ചർ സൈഡിലേക്ക് പോകുമ്പോൾ SC വിഭാഗത്തിൻ്റെ ഫണ്ടാണ് ഏറ്റവും കൂടുതൽ ലാപ്സ് ആവുന്നത്. അതൊരു ഗുരുതരമായ പ്രശ്നമാണ്. ഞാൻ ആ നിയമസഭയിൽ കൊണ്ടുവരുന്നുണ്ട്. ഈ ഒരു പേരുമാറ്റം ആത്മവിശ്വാസം ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വേഗത്തിലുണ്ടാകുന്നൊരു പ്രോസസ്സാകും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അത് സ്വന്തം മണ്ഡലത്തിലെ അനുഭവം വെച്ച് എങ്ങനെയാണ് തോന്നുന്നത്? അല്ല, ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ എല്ലാ രേഖകളിലും ഇപ്പോഴും കോളനി എന്നാണ്. അപ്പോൾ ആ കോളനി എന്നുള്ള പദം ഉപേക്ഷിക്കൽ പെട്ടെന്ന് തന്നെ ഒരു ഉത്തരവിൻ്റെ പുറത്ത് തന്നെ നടത്താൻ സാധിക്കുന്നതേ ഉള്ളൂ. ഇതിൽ ഉദ്യോഗസ്ഥന്മാർ കൂടി കുറച്ച് താല്പര്യം എടുക്കണം, അപ്പോൾ നടക്കും. അപ്പോൾ ഈ പേര്, ഈ ബ്രാൻഡ് കൊണ്ട് അവരനുഭവിക്കുന്ന അധിക്ഷേപങ്ങളുണ്ട്, പരിഹാസങ്ങളുണ്ട്, അവരനുഭവിക്കുന്ന ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ട്. ഞാൻ ഇതാ പറഞ്ഞത്, മനുഷ്യനാകെ ആദ്യം വേണ്ട എന്താണ്? മനുഷ്യന് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ, അവൻ മുന്നോട്ട് വരണമെങ്കിൽ അവൻ്റെ അകത്തൊരു ആത്മവിശ്വാസം ഉണ്ടാവണ്ടേ? ആ ആത്മവിശ്വാസം ഉണ്ടാക്കുന്നതിൻ്റെ ആദ്യപടിയായിട്ടാണ് ഞാൻ ഈ പേരുമാറ്റത്തെ കാണുന്നത്. അപ്പോൾ അതിനെ പോസിറ്റീവായിട്ട് നമുക്ക് കാണാം. അപ്പോൾ മന്ത്രി എടുത്ത ആ ഇനീഷ്യേറ്റീവിനെ, അതിൻ്റെ ഒരു ക്ലെയിം എടുക്കാൻ വേണ്ടിയല്ല, പക്ഷേ ഞങ്ങളിങ്ങനെ ഒരു നല്ലൊരു പ്രോജക്റ്റ് നടത്തുന്നത് ലോകമറിയട്ടെ, വേറെ MLA മാരും വേറെ ജനപ്രതിനിധികളും ഇത് ഏറ്റെടുക്കട്ടെ. ഞാൻ ആഗ്രഹിച്ചു അതാണ്. കാരണം ഇങ്ങനെ നമുക്ക് ചിലപ്പോൾ മൈക്രോ ലെവലിൽ മാത്രമാണ് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുക. ഇപ്പോൾ ഒരു സ്റ്റേറ്റിൽ ഒന്നിച്ചൊരു മാറ്റം ഒരു പക്ഷേ പെട്ടെന്ന് സാധ്യമായി എന്ന് വന്നേക്കാം. പക്ഷേ ഇനി നമ്മൾ ഒരു നിയോജകമണ്ഡലം ഇതിനൊരു മോഡലായി നിന്നാൽ ഒരു പക്ഷേ വേറെ പല ആളുകൾക്കും, ഇപ്പോൾ ഞാൻ പല MLA മാരോടും ഈ കാര്യം ഇതിനൊക്കെ മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. ഇടതുപക്ഷത്തെ MLA മാരോട് സംസാരിച്ചിട്ടുണ്ട്, ഞാൻ ഈ ചെയ്യുന്ന പ്രോജക്റ്റിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ വലിയ താല്പര്യപൂർവ്വം പറഞ്ഞ ഒരു കാര്യം, ഞങ്ങളുടെ മണ്ഡലത്തിൽ ഇങ്ങനെ നടപ്പാക്കണം. ഞാൻ പറഞ്ഞു, ഒന്നും ആവശ്യമില്ല, നമുക്കൊരു ലീഡർഷിപ്പ് കൊടുത്താൽ മാത്രം മതി. കാരണം അതിനുള്ള സംവിധാനങ്ങളൊക്കെ അകത്ത് തന്നെ ഉണ്ട്. അതിനെ നമ്മളൊന്ന് ബൂസ്റ്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു മാറ്റത്തിൻ്റെ ഒരു കാൽവെപ്പ് തുടങ്ങുകയാണ്. കേരളം സാമൂഹ്യ പരിഷ്കരണ രംഗത്ത് കൈവരിച്ച നേട്ടങ്ങളിലെ പരമപ്രധാനമായ ഒരു സ്റ്റെപ്പായിരിക്കും ഇതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു തീരുമാനം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണെന്നും സാമൂഹ്യ പരിഷ്കരണ രംഗത്തെ ആദ്യ ചുവടുവയ്പ്പുകൾ ഒന്നായി കണക്കാക്കപ്പെടുമെന്നും MLA പറയുകയാണ്. ക്യാമറ പേഴ്സൺ ബിജു രാജിനൊപ്പം ഗോപാൽ ശീലാസനൽ, മീഡിയ 1 തിരുവനന്തപുരം.